9th class on our tutorial. Let's talk about the z-test. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ആണ് നോക്കുന്നത്. അതിൽ ടി ടെസ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെയുള്ള അതേ സെയിം കൺസെപ്റ്റ് തന്നെയാണ് z ടെസ്റ്റും വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നോക്കാം. A z-test is conducted on a population that follows a normal distribution with independent data points and has a sample size that is greater than or equal to 30. സാമ്പിൾ സൈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30 ആകുമ്പോഴാണ് നമ്മൾ z ടെസ്റ്റിലേക്ക് പോവുക, അല്ലെങ്കിൽ നമ്മൾ ടി ടെസ്റ്റിലേക്കാണ് പോകുന്നത്. It is used to check whether the means of two populations are equal to each other when the population variance is known. നമ്മൾ ടി ടെസ്റ്റ് പോലെ തന്നെ മീൻസ് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മളത് ചെക്ക് ചെയ്യുന്നത്. എന്താ ചെക്ക് ചെയ്യുന്നത്? വെദർ ദ മീൻസ് ഓഫ് ടു പോപ്പുലേഷൻസ് ആർ ഈക്വൽ ടു ഈച്ച് അതർ വെൻ ദ പോപ്പുലേഷൻ വേരിയൻസ് ഇസ് നോൺ. പോപ്പുലേഷൻ വേരിയൻസ് ഓർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയുമ്പോഴാണ് നമ്മൾ z ടെസ്റ്റിലേക്ക് പോകുന്നത്. The null hypothesis of a z-test can be rejected if the z-test statistic is statistically significant when compared with the critical value. നമ്മൾക്ക് ഒരു z ടെസ്റ്റ് വെച്ച് നമ്മളത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂവിന്റെ ബേസിൽ നമ്മളൊരു ക്രിട്ടിക്കൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ ബേസിലാണ് നമ്മൾ നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കേണ്ടത്. z ടെസ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് 1 സാമ്പിൾ z ടെസ്റ്റ് ഉണ്ട്, 2 സാമ്പിൾ z ടെസ്റ്റ് ഉണ്ട്. പേര് പോലെ തന്നെ ഒരൊറ്റ സാമ്പിൾ ബേസിൽ a 1 സാമ്പിൾ z ടെസ്റ്റ് യൂസ്ഡ് ടു ചെക്ക് ഇഫ് ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സാമ്പിൾ മീൻ ആൻഡ് ദ പോപ്പുലേഷൻ മീൻ. ഒരു സാമ്പിൾ എടുത്തിട്ട് അതിന്റെ മീനും പോപ്പുലേഷൻ മീനും തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ, നമ്മൾക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയുന്ന കേസ് ആണെങ്കിൽ അപ്പോൾ ചെയ്യുന്ന z ടെസ്റ്റിനെയാണ് നമ്മൾ 1 സാമ്പിൾ z ടെസ്റ്റ് എന്ന് പറയുക. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും. നമ്മുടെ കയ്യിൽ ഒരു സാമ്പിളേ ഉണ്ടാവുള്ളൂ. z ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ റൂട്ട് ന്റെ പെർസെന്റേജ്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, z ടെസ്റ്റിന് യൂസ് ചെയ്യുന്നത്. ഈ കാൽക്കുലേഷൻ യൂസ് ചെയ്തിട്ട് നമുക്കൊരു വാല്യൂ കിട്ടുമ്പോൾ അതിന്റെ ബേസിലാണ് നമ്മൾ ക്രിട്ടിക്കൽ വാല്യൂ ആയിട്ടത് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സാമ്പിൾ മീൻ, മ്യൂ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ മ്യൂ, സിഗ്മ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് n as the sample size. 2 സാമ്പിൾ z ടെസ്റ്റ് ആണെങ്കിൽ നമുക്ക് x1 ബാർ മൈനസ് x2 ബാർ ഡിവൈഡഡ് ബൈ സിഗ്മ 1 സ്ക്വയർ ബൈ n1 പ്ലസ് സിഗ്മ 2 സ്ക്വയർ ബൈ n2 ന്റെ റൂട്ട്. ആ രീതിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ സിഗ്മ 1 എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സിഗ്മ 2 സെക്കൻഡ് സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇത് ഫസ്റ്റ് സാമ്പിളിന്റെ സാമ്പിൾ മീൻ ആൻഡ് സെക്കൻഡ് സാമ്പിളിന്റെ സാമ്പിൾ മീൻ. But 2 sample z-test is used to check if there is a difference between means of 2 sample. 2 സാമ്പിൾ എടുത്തിട്ട് അതിന്റെ മീൻസിൽ ഡിഫറൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 സാമ്പിൾ z-test. ഇവിടെ നമ്മൾ സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും കൂടെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1 സാമ്പിൾ z-test യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു z-ടെസ്റ്റിൽ വരുമ്പോൾ നമുക്ക് വരുന്ന സ്റ്റെപ്സ് എങ്ങനെയത്, ഒരു ഹോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസിന്റെ ഒരു കോമൺ കേസ് ആണ് കേട്ടോ. ടി ടെസ്റ്റ് ആണെങ്കിൽ നമ്മൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കേസാണ്. അപ്പൊ നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഹൈപ്പോത്തസിസ് ആൻഡ് ഐഡന്റിഫൈ ദ ക്ലെയിം. നമ്മളെ ടെസ്റ്റ് എന്താണ്, അതിന്റെ ക്ലെയിം എന്താണ്, അഥവാ നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്താണ്, നമ്മൾ ഓൾറെഡി കരുതി വെച്ചിരിക്കുന്ന നൾ ഹൈപ്പോത്തസിസ് എന്താണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ വാല്യൂ ഫൈൻഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ടെസ്റ്റ് വാല്യൂ ഫൈൻഡ് ചെയ്യുന്നു ബൈ യൂസിങ് z ടെസ്റ്റ്. ഇനി ടി ടെസ്റ്റിന്റെ കാര്യമാണെങ്കിൽ ടി ടെസ്റ്റ്. ദെൻ അതും ക്രിട്ടിക്കൽ വാല്യൂയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കുന്നു, റിജക്ട് ചെയ്യണോ ആക്സെപ്റ്റ് ചെയ്യണോ നൾ ഹൈപ്പോത്തസിസ്. ഓക്കെ, അതാണ് ഒരു ബേസിക് കേസ്. അപ്പൊ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോൺ റിജക്ഷൻ റീജിയനിൽ, അഥവാ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ വാല്യൂ ഇതാണെങ്കിൽ അതിനേക്കാളും ഗ്രേറ്റർ ഓർ ലെസ്സർ ആണെങ്കിൽ, ഇപ്പൊ നമ്മൾക്ക് ഈ ക്രിട്ടിക്കൽ വാല്യൂടെക്കാളും ഗ്രേറ്റർ ഓർ ലെസ്സർ ആണെങ്കിൽ നമുക്ക് റിജക്ട് ചെയ്യാം. ഇത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന റീജിയൻ ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഈ ഒരു ടെയിൽ റീജിയൻ ഉണ്ടല്ലോ, ഈ ടെയിൽ റീജിയന്റെ ബേസിൽ നമ്മൾക്ക് ഈ ക്രിട്ടിക്കൽ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് 3 ടൈപ്പ് ഓഫ് കാൽക്കുലേഷൻ വരാം നമുക്ക്. അഥവാ ഇത് രണ്ടും എടുക്കുന്ന കേസ്, ഈ ഒരു ടെയിൽ മാത്രം എടുക്കുന്ന കേസ്, ഈ ഒരു ടെയിൽ മാത്രം എടുക്കുന്ന കേസ്, അങ്ങനെ 3 കേസായിട്ട് നമുക്ക് ക്രിട്ടിക്കൽ വാല്യൂ എടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ അതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്.
അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന അതാണ്. അപ്പം നമ്മൾ ഈ ഒരു ക്രിട്ടിക്കൽ വാല്യൂ ബേസിൽ ഈ ഒരു റീജിയൻ മാത്രമാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേര് ലെഫ്റ്റ് ടെയിൽഡ് ടെസ്റ്റ് എന്നാണ്. ലെഫ്റ്റ് ടെയിൽഡ് ടെസ്റ്റ് ആണെങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് എന്നാണ് നമ്മളൊരു മീൻ കണ്ടിട്ട് അത് തന്നെയാണ് നമ്മുടെ മീൻ എന്ന് ആണല്ലോ നമ്മൾ അസ്യൂം ചെയ്ത് വെക്കുന്നത്. അപ്പം അങ്ങനെയുള്ള നൾ ഹൈപ്പോത്തസിസിന്റെ അപ്പം ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് നമ്മൾ എടുത്തു വെച്ച μ0 എന്തായിരിക്കും മ്യൂനേക്കാളും ഗ്രേറ്റർ ആണ്, അഥവാ മ്യൂ ഇസ് ലെസ് ദാൻ μ0. അതാണ് നമ്മുടെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് വരെ നമ്മൾ ഈ ഒരു ലെഫ്റ്റ് ടെയിൽഡ് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. അപ്പം നമ്മൾ വാല്യൂ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്തായിരിക്കും Z ടെസ്റ്റ് വെച്ചിട്ട് നമ്മൾ വാല്യൂ കണ്ടുപിടിച്ചാൽ അത് ലെസ് ദാൻ Z ക്രിട്ടിക്കൽ വാല്യൂ ആണെങ്കിൽ റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ്. ഈ ഒരു കേസ് ആണെങ്കിൽ, അഥവാ നമ്മൾ ആദ്യം Z ടെസ്റ്റ് വെച്ച് വാല്യൂ കണ്ടുപിടിക്കുന്നു, അതാണ് Z വാല്യൂ. ഇനി നമ്മൾ ഈ ഒരു ടേബിൾ വെച്ചിട്ട് നമ്മൾ ക്രിട്ടിക്കൽ വാല്യൂ കണ്ടുപിടിച്ചാൽ നമ്മൾ ലെഫ്റ്റ് ടെയിൽഡ് ടെസ്റ്റിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച ക്രിട്ടിക്കൽ വാല്യൂ ഇതിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ, അഥവാ Z ടെസ്റ്റ് വാല്യൂ ആണ് ലെസ്സർ എങ്കിൽ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആണ് ട്രൂ എന്നുള്ള രീതിയിലേക്ക് പോകും. ഓക്കെ. ഇനി റൈറ്റ് ടെയിൽഡ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ നൾ ഹൈപ്പോത്തസിസ് μ=μ0 തന്നെയാണ്, നമ്മൾ ഈ ടെയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അത് കാരണം നമ്മൾക്ക് കിട്ടുന്ന Z വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ അവർ ക്രിട്ടിക്കൽ വാല്യൂ ആണെങ്കിൽ നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്താണ് μ=μ0. ഇനി ടു ടെയിൽഡിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ, അഥവാ നമ്മൾ ഇതിന് മൂന്ന് രീതിയിലാണ് ക്രിട്ടിക്കൽ വാല്യൂ നമുക്ക് കിട്ടുക. ഇവിടെ നൾ ഹൈപ്പോത്തസിസ് μ=μ0, നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് H1=μ=μ0. ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ അല്ല. നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് നമ്മൾ വിചാരിച്ച മീൻ അല്ല, നോർമലി ദ പോപ്പുലേഷൻ മീൻ. ആ രീതിയിലാണെങ്കിൽ അപ്പൊ അതിലേക്ക് നമ്മൾ പോകണമെങ്കിൽ നമ്മുടെ വാല്യൂ എന്തായിരിക്കണം, നമുക്ക് കിട്ടിയ വാല്യൂ ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ വാല്യൂ ആണെങ്കിൽ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിലേക്ക് പോകും. ലെസ് ദാൻ ആണെങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ആ രീതിയിലാണ് നമ്മുടെ കാൽക്കുലേഷൻ വരിക. ഓക്കെ. ഇതൊക്കെ ആക്ച്വലി വെരി മച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസിക് വെച്ചിട്ടുള്ളതാണ്. പക്ഷെ നിങ്ങൾ 6ന്റെ ബേസിൽ ഈ ഒരു പോയിന്റ് വൈസ് എക്സാം റിലേറ്റഡ് ചെയ്ത് പഠിക്കുക. ഓക്കെ. Z.test, അഥവാ 2 സാമ്പിളാണ് പാസ് ചെയ്യുന്നതെങ്കിൽ 2 സാമ്പിൾ പാസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരൊറ്റ സാമ്പിൾ പാസ് ചെയ്താൽ മതി. ഇനി ഓൾട്ടർനേറ്റീവ് 2 സൈഡഡ് ആണോ 1 സൈഡഡ് ആണോ, ഇത് ഗ്രേറ്റർ ലെസ് 2 സൈഡഡ്. അപ്പൊ അതാണ് ലെഫ്റ്റ് ടെയിൽഡ് ആണോ റൈറ്റ് ടെയിൽഡ് ആണോ 2 ടെയിൽഡ് ആണോ നമുക്ക് ചെയ്യേണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെ കൊടുക്കുന്നു. ഇനി മ്യൂ അഥവാ നൾ ഹൈപ്പോത്തസിസിന്റെ ഡിഫറൻസ് 0 ആണെന്ന് സെറ്റ് ചെയ്യുന്നു, അഥവാ ഡിഫറൻസ് ഇല്ല എന്നുള്ള രീതിയിൽ നൾ ഹൈപ്പോത്തസിസ് കൊടുക്കുന്നു. അതിനനുസരിച്ച് വാല്യൂ കിട്ടുമ്പോഴാണല്ലോ നമ്മൾ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിലേക്ക് പോവാം. ഇനി നമുക്ക് σ.x σ.y അഥവാ നമ്മുടെ പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഫസ്റ്റ് സാമ്പിൾ സെക്കൻഡ് സാമ്പിൾ കൊടുക്കുന്നു. എന്നിട്ട് കോൺഫിഡൻസ് ലെവൽ അതാണ് 0.95. എപ്പോഴും നമ്മൾ അധികം 0.05 അതാ 0.95 ആണ് ജനറലി കൊടുക്കുക. ഈ രീതിയിൽ നമ്മൾ വാല്യൂ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് Z ടെസ്റ്റിന്റെ റിസൾട്ട് 6 നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ലൈബ്രറി, നമ്മളിവിടെ ഒരു ലൈബ്രറി എടുത്തിട്ടുണ്ട്. ഈ ലൈബ്രറി എന്ന് പറഞ്ഞാൽ BSDA ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡാറ്റ അനാലിസിസിന് വേണ്ടിയിട്ടുള്ള ഡാറ്റാ സെറ്റും ഫംഗ്ഷൻസും ഒക്കെയുള്ള ഒരു ലൈബ്രറിയാണ്. അപ്പം നമ്മൾ R പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇത് നമ്മൾ ആദ്യം നമ്മുടെ പ്രോഗ്രാമിലേക്ക് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ ഒരു ഡാറ്റാ സെറ്റിനെ നമ്മളിവിടെ എടുത്തു. നമ്മൾക്ക് Z.test എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, BSDA എന്ന് പറഞ്ഞിരിക്കുന്ന ലൈബ്രറി യൂസ് ചെയ്യണം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈവൻ ഇൻ ടെസ്റ്റ് ഓൾസോ. ഓക്കെ. എന്നിട്ട് നമ്മളൊരു ഡാറ്റാ സെറ്റ് എടുത്തു. എന്നിട്ട് ഡാറ്റ mu=100 നമ്മുടെ μ0 നമ്മൾ കൊടുത്തു. σ.x കാരണം ഒരു സാമ്പിളാണ്, അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കൊടുത്ത് നമ്മൾ Z ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഈ രീതിയിലായിരിക്കും. 1 സാമ്പിൾ Z ടെസ്റ്റ്, നമ്മുടെ ഡാറ്റ ഇതാണ്, അതിന്റെ Z വാല്യൂ P വാല്യൂ. അപ്പൊ ആ P വാല്യൂ ആണ് നമ്മൾ ഈ ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടേബിൾ വഴി കിട്ടുന്ന ഒരു സംഭവമാണ് ഈ P വാല്യൂ. ഇതിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇതിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഇപ്പൊ ഇവിടെ നോക്കൂ, നമ്മുടെ Z വാല്യൂ നമ്മുടെ ടേബിൾ വാല്യൂ നമ്മൾ ഉള്ള ഇതിനനുസരിച്ചിട്ട് നമ്മൾ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിലേക്ക് പോകണോ നൾ ഹൈപ്പോത്തസിസിലേക്ക് പോകണോ എന്ന് നമുക്ക് ഇവിടെ കാണിച്ചു തരും. ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നമുക്ക് ലിസ്റ്റ് ചെയ്ത് തരും. ഈ രീതിയിലാണ് നമ്മൾ Z ടെസ്റ്റ് 6 പെർഫോം ചെയ്യുന്നത്.
ഇത് അനദർ എക്സാമ്പിൾ ബൈ യൂസിങ് 2 സാമ്പിൾസ്. അപ്പൊ നമ്മൾ 2 സാമ്പിൾ, സിറ്റി എ എന്ന് പറഞ്ഞും സിറ്റി ബി എന്ന് പറഞ്ഞ 2 സാമ്പിളും അതിന്റെ 2 ഡീവിയേഷനും 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മ്യൂവും നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇത്രയാണ് നമ്മൾ സി ടെസ്റ്റിലുള്ളത്. നിങ്ങളൊരു എക്സാമിന്റെ ലെവലിൽ ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം എന്താണ് സി ടെസ്റ്റ്, അതിന്റെ ബേസിക്കായ കാര്യങ്ങൾ എഴുതുക, അതിനുശേഷം സിൻടാക്സിലേക്ക് പോവുക. അതൊരു 5 മാർക്കിനോ 10 മാർക്കിനോ ലെവലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ, ഈവൻ സി ടെസ്റ്റിനെ കുറിച്ചിട്ട് ഒരു 2 മാർക്കിലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ എന്താണ് അതിന്റെ സി ടെസ്റ്റ് എന്താണ്, അതിന്റെ സിൻടാക്സ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയാവും. ക്ലിയർ? ഇത്രയുമാണ് നമ്മുടെ സി ടെസ്റ്റിനുള്ളത്. താങ്ക് യു.